ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബാബീസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. സാധാരണ നമ്മൾ നേരത്തെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കാണിക്കുക. അപ്പോൾ ഇന്ന് കുറച്ച് പണി കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേഗം ചോറിനുള്ള വെള്ളം വെക്കുകയാണ് ചെയ്തത്. സാധാരണ അരിയും വെള്ളം കൂടെ ഒരുമിച്ച് വെക്കാറാണ്. അപ്പോൾ ഇന്ന് വെള്ളം വേഗം തന്നെ വെച്ചു. അപ്പോൾ ഓരോ പണികളും വേഗം തീർത്തിട്ട് വേണം. ഇന്ന് ഒരു ഡീപ്പ് ക്ലീനിങ് ആണ്. അപ്പോൾ എല്ലാം ഒരുമിച്ച് ചെയ്യില്ല കേട്ടോ. ഓരോ റൂമും അല്ലെങ്കിൽ 2 റൂമും അങ്ങനെ ഒരുമിച്ചാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് മുകളിലത്തെ ഒരു റൂം ഡീപ്പ് ക്ലീനിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഇനി ചോറ് മക്കൾക്ക് ഉച്ചയ്ക്കും അതേ സ്കൂൾക്കൊക്കെ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോറിനുള്ള വെള്ളം ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ അത് തിളച്ചപ്പോൾ വേഗം അരി കഴുകിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് പണി നേരത്തെ തന്നെ ആയതുകൊണ്ട് തന്നെ ഇന്ന് കാപ്പിയോ ചായയോ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് കുറേ സമയമായപ്പോൾ പിന്നെ എന്തോ പോലെയായി. അപ്പോൾ വേഗം തന്നെ ഞാനിന്ന് കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്, സാധാരണ കട്ടൻ ചായയൊക്കെയാണ് കേട്ടോ കുടിക്കാറ്, മധുരമൊന്നും ഇടാതെ അങ്ങനെയാണ് കുടിക്കാറുള്ളത്. അപ്പോൾ വേഗം കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ കാപ്പി കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും മകനെ മോൾക്ക് സ്കൂൾക്ക് പോകാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കാപ്പി ഉണ്ടാക്കിയിട്ട് വേഗം കാപ്പി കുടിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ പിന്നെ ഞാൻ അധിക സമയമൊന്നും ഇരിക്കില്ല. കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇരിക്കുന്നല്ലാതെ പിന്നെ അധികമൊന്നും ഇരിക്കില്ല. കാരണം പെട്ടെന്ന് പണി തീർത്താലേ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വേഗം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വേഗം തന്നെ മോൾക്ക് വഴുതനങ്ങ ഫ്രൈ വെച്ചിട്ട് സ്കൂൾക്ക് കൊണ്ടുപോകണം. മുട്ട റോസ്റ്റാണ് ഇന്ന്, ചോറ് തന്നെയാണ് കൊണ്ടുപോകണത്. അപ്പോൾ ഞാൻ വെള്ളപ്പം മുട്ട റോസ്റ്റാണ് ഇന്ന് രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ മുട്ട റോസ്റ്റും വഴുതനങ്ങ ഫ്രൈ ചെയ്തതും കൂടിയിട്ടാണ് മോൾക്ക് ഇന്ന് ലഞ്ചിനും കൊടുത്ത് വിടുന്നത്. അപ്പോൾ അത് കാരണം അതും കൂടെ ഫ്രൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ചോറാകുമ്പോഴേക്കും പിന്നെ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിച്ചൺ ക്ലീൻ ആക്കിയിട്ടാൽ പിന്നെ നമുക്ക് എക്സ്ട്രാ പണികൾ ചെയ്യാമല്ലോ. അല്ലാതെ നമുക്ക് എല്ലാം കൂടെ ഇതാവില്ല. പിന്നെ ഞാനാണെങ്കിൽ ഇന്ന് ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ വേഗം നന്നാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അത് ഒന്നും ചെയ്യുന്നില്ല, വൈകുന്നേരം ഉണ്ടാക്കുന്നുള്ളൂ. കാരണം മക്കൾ 2 ആളുമില്ല, പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ പണിയൊക്കെ നിന്നാൽ പിന്നെ അതിന് നേരം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അത് അവിടെ ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ വൈകുന്നേരമാണ് ചപ്പാത്തിയോ ചോറോ എന്തെങ്കിലും ആയിട്ട് ചെമ്മീൻ റോസ്റ്റും കൂടെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ പിന്നെ വേഗം ചെമ്മീനൊക്കെ നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ മക്കൾ അപ്പോഴേക്കും സ്കൂളിൽ പോകാനായി. അപ്പോൾ പിന്നെ എൻ്റെ ചെമ്മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വെള്ളപ്പവും മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ചായ കുടിക്കുകയാണ്. അപ്പോൾ ചായ കുടിക്കലും കിച്ചൺ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് പിന്നെ മക്കളൊക്കെ സ്കൂളിൽ പോവുകയും ചെയ്ത്. അപ്പോൾ ഞാനിന്ന് ഈ റൂമാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ക്ലീനായിട്ട് ഇരിക്കുന്നുണ്ടാവും. പക്ഷേ അത് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു ഇവിടെ ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ട്. 1-2 അടിച്ച് വാരാറുണ്ട്. പിന്നെ മൊത്തം ഒന്ന് മാറാലും ഇതൊക്കെ അടിക്കാൻ കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് മാറാലൊക്കെ അടിച്ച് മൊത്തം ജനലും ഒക്കെ ഒന്ന് തുടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് പിന്നെ ജനലിലൊന്നും വല്ലാതെ പൊടി ഉണ്ടാവില്ല. എന്നാലും നമ്മൾ ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഒന്ന് ചെയ്താൽ പിന്നെ വലിയ ഭാരം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ റൂം വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മാറാലൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ചെറിയ മാറാലകൾ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ ഇടയ്ക്ക് ചെയ്യാറുള്ളത് കൊണ്ട് തന്നെ വല്ലാതെ മാറാലൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ മൊത്തം ഒന്ന് മാറാല അടിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കർട്ടൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറിയ മാറാല അതുപോലെ ഇങ്ങനെ ഒരു പ്രാണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് മെല്ലെ ഈ ബ്രഷ് കൊണ്ട് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വല്ലാതെ ടച്ച് ചെയ്യാൻ പറ്റില്ല, വൈറ്റ് ആയതുകൊണ്ട് തന്നെ പൊടി എന്തെങ്കിലും പിടിച്ചാൽ പിന്നെ അതുമ്പോൾ കളർ പിടിക്കിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കറക്റ്റ് പിന്നെ നീക്കിയിട്ടിട്ട് വേണം ജനലൊക്കെ ഒന്ന് നന്നായിട്ട് അടിക്കാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് കർട്ടനൊക്കെ ഒന്ന് നീക്കിയിട്ട് ജനൽ ഒന്ന് തുറന്നിട്ട് ജനൽ ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറാലൊക്കെ ഒന്ന് അടിച്ച് തുടക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് തുറന്നിട്ട് കേട്ടോ.
അപ്പോൾ മുകളിലാവുമ്പോൾ പിന്നെ നമ്മൾ എപ്പോഴൊന്നും ചെയ്യില്ല, എന്നാലും ഇടയ്ക്കൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് അത് ഭാരമാവും, നല്ല പൊടിയും ഒക്കെ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജനലൊക്കെ ഒന്ന് മാറാലൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും അടച്ചിടുന്ന ഭാഗമാകുമ്പോൾ നമുക്ക് മാറാലൊക്കെ പെട്ടെന്ന് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചൂല് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെയുള്ള മാറാല എല്ലാം അടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കട്ടിൻ്റെ ചോടാണ് പിന്നെ ഉള്ളത്. അപ്പോൾ കട്ടിൻ്റെ ചോട്ടിൽ നമ്മൾ കാണാത്ത മാറാലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് നന്നായിട്ട് കുമ്പിട്ട് നോക്കിയാലാണ് നമ്മൾ ആ മാറാലൊക്കെ കാണുള്ളൂ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് പിന്നെ നമ്മൾ നോമ്പിനൊക്കെയാണ് നല്ല ഡീപ്പായിട്ട് സാധാരണ ചെയ്യാറ്. അപ്പോൾ എന്നാലും ഞാനിങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കട്ടലിൻ്റെ ചോടും എല്ലായിടും ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ റൂമൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചു വാരി. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഒരു പകുതി ഭാരത. അപ്പോൾ കബോർഡ് ഞാൻ ആദ്യം തന്നെ കബോർഡാണ് കേട്ടോ നന്നായിട്ടൊന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് എല്ലായിടം തുടച്ച് വൃത്തിയാക്കിയിരുന്നു ഡ്രസ്സൊക്കെ. എന്നിട്ട് പിന്നെ അതേപോലെ മടക്കി വെച്ച് നല്ല നീറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ മാറാലടിക്കാനും ഇതിനൊക്കെ നിന്നത്. പിന്നെ കബോർഡ് തുറന്നിട്ട് പൊടിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ആദ്യം തന്നെ അതാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ജനാലയുടെ ഓരോ കമ്പികളായിട്ട് തുടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് അധികം പൊടിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ തുടച്ചെടുക്കുക. അതാണ് സാധാരണ ഒരു 10-15 ദിവസമൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുള്ളത് കൊണ്ട് പിന്നെ വല്ലാതെ പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മഴക്കാലമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അതൊക്കെ തുടച്ചെടുത്തു. അങ്ങനെ കബോർഡും അതേപോലെ തന്നെ ഡ്രസ്സിങ് ടേബിളും പിന്നെ ഡോറാണ് പിന്നെ ഉള്ളത്. ഡോറിൻ്റെ എഡ്ജ് ഭാഗമൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ അങ്ങനെ ചെറിയ പൊടികളുണ്ടാവും. അപ്പോൾ അതും കൂടെ ഒന്ന് നന്നായിട്ട് തുടച്ചെടുത്തു. അപ്പോൾ നമ്മൾ ആ റൂമിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് നനഞ്ഞ തുണി വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം വേണം ഒന്ന് തുടക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ജനലും വാതിലും കട്ടലും എല്ലാം തുടച്ച് കഴിഞ്ഞതിന് ശേഷം കബോർഡിൻ്റെ ഉള്ളിലും എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ അടിച്ചു വാരി അതിന് ശേഷമാണ് പിന്നെ ഞാൻ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ കുളിയും നിസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കുന്നത്. അപ്പോൾ പഴയ ബെഡ്ഷീറ്റ് എടുത്തിട്ട് പിന്നെ ഒന്ന് മാറ്റി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നല്ല പൊടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് പിന്നെ ഞാൻ എൻ്റെ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ പിന്നെ ബെഡ്ഷീറ്റൊക്കെ വിരിക്കുന്നത്. അപ്പോൾ അത് ആ ബെഡ്ഷീറ്റ് വിരിച്ചിടുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടയ്ക്കണം. അതേപോലെ തന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ടാൽ പിന്നെ നമുക്ക് ആരെങ്കിലുമൊക്കെ വരുമ്പോഴും ഒക്കെ നല്ല സമാധാനമാണ്. കാരണം പെട്ടെന്നൊക്കെ ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ എപ്പോഴും ഫ്രഷ് ആയിട്ട് ഇരിക്കുമ്പോൾ പിന്നെ ബുദ്ധിമുട്ടില്ല. അങ്ങനെ ഇതാ നമ്മുടെ കബോർഡും അതേപോലെ തന്നെ റൂമും ഒക്കെ മൊത്തം. അപ്പോൾ ഒരു ദിവസം ഞാൻ ഒരു റൂം അല്ലെങ്കിൽ 2 റൂം ഞാൻ ക്ലീൻ ചെയ്യാറുള്ളൂ കേട്ടോ. എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് ഭാരമാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതാണ്. അപ്പോൾ ജനലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടച്ച് കുറ്റിയിടണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാത്ത സ്ഥലമാകുമ്പോൾ പൂച്ച എന്തെങ്കിലും വന്നാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അടച്ച് കർട്ടനൊക്കെ ആദ്യത്തെ പോലെ തന്നെ ആക്കി വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ഇതാ ബാത്റൂമും എല്ലാം ക്ലീനാക്കി കഴിഞ്ഞു. അങ്ങനെ പിന്നെ വൈകുന്നേരമാണ് പിന്നെ നമ്മൾ മക്കളെ സ്കൂളിട്ട് വന്ന് പിന്നെ ഫുഡ് ഉണ്ടാക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ഇങ്ങനെ ഒരു തട്ടിക്കൂട്ടിലായിരുന്നു, തലേ ദിവസത്തെ കറിയും പിന്നെ മോൾക്ക് വഴുതന ഉപ്പേരി മുട്ട റോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്കും ഞാൻ അതൊക്കെ തന്നെയാണ് യൂസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇതാ ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ചെമ്മീൻ ആദ്യം ഒന്ന് ജസ്റ്റ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ഗരം മസാല ഇട്ടിട്ട് ഒന്ന് മസാല പുരട്ടി വെച്ച് അതിന് ശേഷം പിന്നെ ഒന്ന് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ ചെമ്മീൻ ഇട്ട് കൊടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ള മുട്ട റോസ്റ്റാണ്. എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ചെമ്മീനും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചെമ്മീൻ ഇതാ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് നല്ല ഫ്രൈ ആവുമൊന്നും വേണ്ട, എന്നാൽ ജസ്റ്റ് 2 ഭാഗത്തൊന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ഫ്രൈ ആവരുത്, ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചെമ്മീൻ റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ അതിലേക്ക് തന്നെയാണ് സവാള ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ല വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ സവാളയും പച്ചമുളകും ഇഞ്ചിയും
വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിയും ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റി നല്ലൊരു മണം വരുമ്പോൾ പിന്നെ നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ലൊരു വലിയ തക്കാളി തന്നെ 2 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ 2 തക്കാളി കുറച്ച് വലുത് ഇട്ട് കൊടുത്താൽ നല്ല പുളിയൊന്നും അധികം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളി കുറച്ച് വെന്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒന്ന് വെന്തോളും. ഒന്ന് വെന്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഗരം മസാലപ്പൊടി, അല്പം ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴാണ് നമുക്ക് ആ എണ്ണയിൽ മസാലയൊക്കെ ഒന്ന് എണ്ണയിൽ വഴറ്റിയാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതും കൂടെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാവൂ. അപ്പോൾ ഉപ്പില്ലെങ്കിൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ വഴറ്റിയതിന് ശേഷം പിന്നെ ഞാൻ മാറ്റി വെച്ച ചെമ്മീനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് നല്ല ലൂസ് ആവരുത്. ഈ മസാലയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നിൽ പിടിക്കാനുള്ള ആ ഒരു വെള്ളം മാത്രം, ഇങ്ങനെ ഗ്രേവി ടൈപ്പ് അധികം ആവരുത്. ആ മസാലയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവാനുള്ള എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഓൾറെഡി നമ്മൾ എല്ലാ എണ്ണയിൽ നന്നായി വഴറ്റിയതാണല്ലോ, ഉള്ളിയൊക്കെ നല്ല വെന്തതാണ്. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ എന്ത് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്